ഹലോ ഗൈസ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻട്രോ തുടങ്ങുന്നത് നമ്മളെ കാറിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ചങ്ങായിണ്ട് റൌഫ്, എൻ്റെ നാട്ടിൽ കുട്ടിക്കാലം മുതലുള്ള ചങ്ങായിയാണ്. ഓന് ഉമ്മുൽക്കോയിലാണ് താമസിക്കുന്നത്. പിന്നെ ഓൻ്റെ അളിയനുണ്ട് റഫാത്ത് പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് ഇന്ന് ഉമ്മുൽക്കോയിൽ എനിക്ക് ഫുഡ് കഴിക്കാൻ വരാൻ. അപ്പോൾ ഞാനും നാജിയും അതും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ്. എന്നിട്ട് അവർ വില്ലയിലാണ് താമസിക്കുന്നത്. വില്ലയിലെ വിശേഷങ്ങളും പിന്നെ ഉമ്മുൽക്കോയിൽ ഒരു അടിപൊളി ബീച്ചുണ്ട്, ആ ബീച്ചിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. എവിടുക്കാ പോണേ പറഞ്ഞെടുത്താ? എവിടുക്കാ പോണേ? എവിടുക്കാ ആരടുത്തൊക്കെ പോണേ? ഫ്രണ്ടിൻ്റെ വീടിൻ്റെ പേരെന്താ? എൻ്റെ ഫ്രണ്ടില്ലേ അവിടെ? എന്താ പേര്? ശുംബിന. പിന്നെ ചേട്ടനും. ഞങ്ങൾ ശുംബിനും ചേട്ടനും കാണാൻ പോവാണ്ട. അപ്പോൾ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുജറയിൽ നിന്ന് ഉമ്മുൽക്കോയിന് പോണ വഴിയിൽ നമ്മൾ ഉമ്മേർക്കോയിന്നല്ല, ഷാർജ, ദുബായോ അബുദാബിയോ എവിടേക്ക് പോവാണെങ്കിലും മെയിൻ ചായ കുടിക്കാൻ വരുന്ന സ്പോട്ടാട്ടത് ഹാങ് ഔട്ട്. ഇവിടുന്ന് നമ്മൾ ചായ കുടിക്കൽ ഇപ്പം ഉച്ചക്ക് 1:30 എന്നാലും ഇവിടെ വരുമ്പോൾ ഒരു ചായ കുടിക്കാഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് പോകാം. എന്താണ് ആ സ്പോട്ട് കേട്ടോ, ഹാങ് ഔട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ചായക്കുടി തുടങ്ങിട്ടോ, ചായ കിട്ടി, ചായ കുടി തുടങ്ങി. ഇവിടുത്തെ അടിപൊളി ചായ കേട്ടോ. ഇവിടെ ചായക്ക് 2 റംസാണ്. നോർമലി UAE എല്ലായിടത്തും 1 റംസാണ് ഉള്ളത്, പക്ഷേ ഇവിടെ 2 റംസാണ്. അതൊക്കെ ഒരു സാൻഡ്വിച്ച് ആണെന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സാൻഡ്വിച്ച് വാങ്ങി. How was the sandwich? Good? Yummy? സാൻഡ്വിച്ചാ ഇഷ്ടം? അപ്പോൾ ഞങ്ങൾ സാൻഡ്വിച്ച് കഴിച്ചിട്ട് നേരെ പോകും റഫാത്തിൻ്റെ അടുത്തേക്ക്. ഇപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ എന്താ ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. അപ്പോൾ ഒരു 2:30-3 ആകുമ്പോഴേക്കും രീതിയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് ഇതൊരുമിച്ച് കഴിക്കാമല്ലോ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഓക്കെ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. രസമുണ്ടോ? ഓ സൂസ് രസമുണ്ടല്ലേ? അതെ പൊടി കൊടുത്തേ. ഞാൻ നിന്നിട്ട് എനിക്ക് ആരും തന്നില്ല. നല്ല കൊറൊക്കെ ഉണ്ടല്ലോ. ആ സ്കൂൾക്ക് പോകണമെന്നാ? സ്കൂൾക്ക് പോകണ്ട? ഞാൻ സ്കൂൾക്ക് പോകണ്ടല്ലേ? പനിയല്ലേ? പനിയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ റഫാത്തിൻ്റെ ഉമ്മുൽക്കോയിൽ എത്തിട്ടോ. വാങ്ങേണ്ട വോയിസ് കേൾക്കണ്ടാവുക. ഇത് നമ്മുടെ നാടൻ്റെ വണ്ടി കേട്ടോ. ഇതിൻ്റെ പേരാണ് സുന്ദരി. ഈ വണ്ടിയുടെ പേര് സുന്ദരിയാ. ഇതാണ് റഫാത്തിൻ്റെ വില്ല. ഇതാണ് നമ്മൾ അടയാളം വെക്കൽ. തലപോയ തെങ്ങ്, തലപോയ പന, തലപോയ ഈത്തപ്പന കേട്ടോ. നല്ല വില, നമുക്ക് പോയോ കേട്ടോ. അതാണ് വില്ല. ഇതാണ് റഫാത്തിൻ്റെ കൊട്ടാരം. അങ്ങനെ നമ്മൾ റഫാത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഡ്രസ്സൊക്കെ ഇവിടെ ഇലക്കിട്ടുണ്ടല്ലോ. ഇവർക്ക് ഇവിടെ എന്താ വെച്ചാൽ വീട്ടിൽ വിറകുകൾ ആവശ്യമുണ്ട്. വിറക് കൂടെ സെറ്റാട്ടോ. വിറക് വന്ന് എടുക്കുക, ഉണ്ടാക്കുക. അതാണ് പ്ലാൻ. ഒന്നും മിണ്ടാൻ പറ്റൂലേ? നാടൊരു എക്സാം ചെയ്തിട്ട് കിട്ടും. ഇവിടെ ഉണ്ട്. അസ്സലാമു അലൈക്കും. നമ്മൾ അറബിയൻ്റെ ഇതവിടെ ഓള് പാഞ്ഞ് അവിടെ ലേറ്റ് ഇട്ടാ. നമ്മളെ തറവാടത്തെ ആശാൻ താട്ടോടെ ആശാൻ നിസ്കാരത്തിലാ. ഏതായാലും അസറാൻ കൊടുക്കാണ്. ദൂരെ കയറിപ്പം നിസ്കരിച്ചിന്. ഏതാ അറിയില്ല. ചെറിയ കുട്ടി കേട്ടോ. ചേട്ടൻ എന്ത് നോക്കിനി? ചേട്ടാ എന്ത് നോക്കിനി? ഇതിൽ പറ, മൈക്കിൽ പറ. എന്ത് നോക്കിനി? എന്ത് നോക്കിനി? പറ ചേട്ടാ. കുട്ടിയൊക്കെ ടോയ്സ് ഒക്കെ
ചാർജ് ഇല്ലല്ലേ? ചാർജ് അങ്ങനെ നടക്കണ, ചാർജ് നടക്കണാണ്. വൺ സെറ്റപ്പ് ആണല്ലോ. മറ്റു സാധാ ബാറ്ററി ചേട്ടൻ ലൈറ്റ് ആയിട്ടാ? ചേട്ടാ കമോൺ ഇവിടെ ചോദിച്ചാൽ ചാർജ് ചെയ്യട്ടെ. ഈ ചോറ് തിന്നോ? ചോറ് തിന്നണോ? എപ്പോഴാ തിന്നേ? കുറച്ച് ജ്യൂസ് കുടിച്ചാ നോക്കട്ടെ. ജ്യൂസ് കുടിച്ചിട്ടുണ്ടോക്കട്ടെ. ജ്യൂസ് കുടിച്ചാൽ നല്ല ശക്തി ഉണ്ടാവും. എനിക്ക് മസിൽ വരും. എനിക്ക് ജ്യൂസ് ഇഷ്ടം. ജ്യൂസും ഇഷ്ടം, ചോറും ഇഷ്ടം, ബിരിയാണി ഇഷ്ടം. ബിരിയാണിയാ? ഇനി പൊറാട്ടയാണോ ബിരിയാണിയാണോ ഇഷ്ടം? ബിരിയാണിയാണ് ഇഷ്ടം. അയച്ചോനെ നമുക്ക് സ്കൂൾക്ക് പോകണ്ടഞ്ഞി. ആരെ കൂടെ പോവാ? തത്തന്റെ കൂടെ പോവാ? താത്ത സ്കൂൾക്ക് എന്ന് പോകലുണ്ടോ? എന്ന് പോകലുണ്ടോ? കള്ളത്തരുണ്ടോ? ചിലപ്പോ പോവില്ലല്ലേ? ഇത് നമുക്ക് പറ്റിയാടാ, നമ്മളൊപ്പം നിൽക്കും. ചേട്ടൻ വോയിസ് ഒക്കെ എടുത്തിറക്കണം കേട്ടോ. അതിന്റെ പേരെന്താ ചേട്ടാ? ചോദിച്ചല്ല, മറ്റേ സാധനത്തിന്റെ പേരെന്താ? നേരത്തെ ചാർജ് ഇല്ലാത്ത ബൈക്കല്ല, ഹെലികോപ്റ്റർ അല്ലേ? എന്താ പറയാ? എങ്ങനെ പറയല്? ഹെലികോപ്റ്ററോ? അയച്ചോനെ ചിരിച്ചിരി പല്ലിട്ടാ നോട്ടെ. നല്ല രസമുണ്ട്. പല്ല് മുന്നേ മുകളിലത്തൊക്കെ നമുക്ക് തച്ച് തള്ളിയിടണം കേട്ടോ. ഒക്കെ മാറ്റാനാണ് ഇതേ ഇല്ലേ? ചുംബിനാൻ്റെ ആട്ടത്. ചുംബിനെ ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചു ഞങ്ങള്. ഇതൊക്കെ ചുംബിന എന്തൊക്കെ ഇത് പറഞ്ഞെന്നാ? ഇത് പറഞ്ഞെന്നാ? ഇതെന്താ? ഇങ്ങോട്ട് വാ, ക്യാമറ എടുത്തേക്ക് വാ. പറയും എന്താ പറഞ്ഞ? എന്താ ആര് തന്നെ? ഫ്രണ്ട് എന്നാ? എന്തത്? ഹാപ്പി ഹോളിഡേ എന്നോ? ഇതെന്താ ID കാർഡാ? സ്കൂൾ കൊണ്ടുപോട്ടല്ലേ? ID കാർഡ്. സൈക്കിൾ മേലെ പോലെ സൈക്കിളൊക്കെ വാങ്ങിയോ? അതിൽ ചൂട്ടി പോവോ? എത്ര ദൂരം ഇവിടുന്ന്? 1 ലിറ്റർ എത്തുള്ളൂ. എത്ര? 5 ലിറ്റർ എടുത്തൂലേ? ഒറ്റക്ക് പോള് വണ്ടി പ്രശ്നം ചെയ്യൂലേ? ഇതേപോലെ ശ്രദ്ധിച്ച് വണ്ടി ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ പറഞ്ഞോ. ഇതൊക്കെ ചുംബിനാന്റെ പെർഫ്യൂം. ഇവിടെ നോക്കട്ടെ, ചുംബിന്റെ വൻ സെറ്റ്. പെർഫ്യൂം, പൗഡർ, ഇതൊക്കെ ഇടലുണ്ട്. ഇതൊക്കെ ഇടലുണ്ടോ? അടച്ചോനെ വൻ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട്. വെള്ളം കയറില്ല. അത് സ്റ്റിക്കർ പോന്നാ. ഇവിടെ സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് പൊന്തിനി അതേമാതിരി വെച്ചാ. ഇതാരാ ചുംബിന? ഇതൊക്കെ ഉണ്ടാക്കി സെറ്റപ്പ് ആക്കി വെച്ചതാ. സൂപ്പറാട്ടോ. ഇത് ഓരോ മാസത്തെ കലണ്ടറോ ഇത് ഉണ്ടാക്കണതാ? പഠിച്ചാനത്ത് നോക്കി നിങ്ങള് ഏതൊക്കെയാ ഓള് സ്വന്തം മാസം മറിച്ചാൻ പറ്റുമോ? മറിച്ച അത് പറിച്ച് വേറെ ഒട്ടിക്കലഞ്ഞി. ഇത് നോക്കട്ടെ, ഇതെങ്ങനെ ഉണ്ടാക്കി സെറ്റപ്പ്. മോനെ ഇതാണ് ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി അറ്റ് പീക്കാണ്. ഇതോ? ഇജനെ ഒത്തൊട്ടിച്ചത്? മാഷാഅല്ലാഹ്, ഇത് സൂപ്പറാട്ടോ. ഇതൊക്കെയാ ആരൊട്ടിച്ചാൽ? എനിക്ക് ചുംബിനെ ഒട്ടിച്ചാണല്ലോ. ഇത് ഈ കളർ കൊടുത്താ? ഇത് ഫുള്ള് സ്വന്തം ഓളെ പരിപാടിയാണ്ടത്. ഇത് കണ്ണു വെച്ച് കിടക്കാളല്ലേ? അസുഖത്തല്ല എനിക്ക് വേണമെന്ന് പറഞ്ഞിന്. അതിന്റെ പേരെന്താ? കണ്ണു നോക്കണോ? അതിന്റെ പേര് കണ്ണു നോക്കണം. ഇതൊക്കെ ചുംബിനാടെ സെറ്റപ്പുകളാണ്. ഇതൊക്കെ ആദ്യം ഞാൻ വന്ന സമയത്ത് ഇവിടുത്തെ ഒന്നും സാധനം ചെയ്യണ്ട. ഇതിലൊക്കെ ഫുള്ള് നിറച്ചിനിപ്പോ അല്ലേ? അതെ, അന്നത്തെ ഇത്ര ചക്രശു വരടല്ലേ ഇതിനിടല്ലോ. നമുക്ക് ബീച്ചിൽ പോകുമ്പോൾ കൊണ്ടുപോകട്ടോ, ഒന്ന് കാണാം നമുക്ക്. എക്സ്പെർട്ടാ? മാഷാഅല്ലാഹ്. അന്ന് ഫുള്ള് എൻ്റെ വീഡിയോ നമ്മളെ വ്ളോഗില് ഫുള്ള് ഇജാണ്. ചേട്ടാ ഇതെന്താ സാധനം? വീടാണ് ഉണ്ടാക്കൽ. എങ്ങനെ കാണിച്ചു നോട്ടെ. നേരെ വെക്കണോ? അങ്ങനെ ഉണ്ടാക്കണെന്ന് കാണിച്ചു എനിക്ക്. ഉണ്ടാക്കി കാണിച്ചെന്നാ? അങ്ങനെ ഉണ്ടാക്കല് എങ്ങനെ? ജ്യൂസ് കുടിച്ചില്ലല്ലോ. ജ്യൂസ് എന്താ കുടിച്ചാത്ത പുള്ളി? ഇവിടെ ജ്യൂസ് ബാക്കിയാണല്ലോ. ജ്യൂസ് കുടിച്ചേ നല്ല എനർജി ഉണ്ടാവുള്ളൂ.
പല്ല് നമുക്ക് മാറ്റണം കേട്ടോ നാളെ. പല്ല് മുകളിലത്തെ മുള്ളിൽ തട്ടിട്ട് നല്ല കല്ല് വെക്കണം എന്ന് പറഞ്ഞേ. ഇജ്ജ് മറ്റേ കല്ലിന് വണ്ടിക്കാരനോട് പറഞ്ഞോടാ. നമുക്ക് എത്ര പല്ല് വേണ്ടി വരും? 5 വേണ്ടി വരും. 5 പറഞ്ഞപ്പോഴോട് പറഞ്ഞ 5 വേണമെന്നറിയാം. 5 പറയും. 5 വേണ്ട. മുന്നത്തെ പല്ല് കാട്ടിയാ ഈ മുന്നത്തെ ഈ 5 പല്ല് നമ്മൾ തട്ടിയിട്ട് പുതിയ വെക്കൂട്ടോ. ഓക്കെ റെഡിയാ, നമ്മള് റെഡിയാ. പല്ല് കെട്ടിയേക്കാര് നമ്മളെ മറ്റേവരോട് പറഞ്ഞ് കല്ലിപ്പ് വരും കേട്ടോ. എന്നിട്ട് തട്ടിയിട്ട് വെക്കാം, നല്ല മിഷീൻ കല്ല് വെക്കാം. റെഡി അല്ലേ? അവിടെ 1 ടീംസ് ഉണ്ട് കേട്ടോ. അവിടെ വമ്പം ഓല് അവിടുന്ന് വന്നോ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഉണ്ടോ. അവിടെ അറബാൻഡി അന്നാജി അവിടെ ബാഗിലുള്ള കാണിക്കുക, അറബാൻഡി കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ക്യാമറ കൊണ്ടുപോയാൽ അത് കണ്ടില്ല കാണിച്ചിരുന്നു നോക്കട്ടെ. അറബിയാൻഡിക്ക് അടുത്ത ആഴ്ച ഗൾഫ് നാട്ടിൽ വരുന്നുണ്ട് കേട്ടോ. അല്ല ഇത് ഓല് പോയി നാട്ടിൽ എത്തിയിട്ടൊക്കെ ഈ വ്ളോഗ് ഇറങ്ങുക ഫുൾ വാച്ചിൻ്റെ കളക്ഷൻസ് കണക്ഷൻ കാട്ടിയ. ഓ സീൻ അടുത്ത് അടുത്ത വാച്ച്. അല്ല അറബി ഓളെ ഫസ്റ്റ് പോക്കല്ലേ. അറബിനെ വിളിച്ചാ ഇങ്ങോട്ട് വാ ജയിച്ച് കാണിച്ചെണ്ണ. ഈ ഇത്ര വാച്ചാർക്കാ അലയമാർക്ക് മൊത്തം. അല്ല നാടിന് 8-10 അലയന്മാരുണ്ട്. അപ്പോൾ എല്ലാവർക്കുള്ള വാച്ചും ഉണ്ട്. ഓ ഇതൊക്കെ സൂപ്പർ സാധനം കേട്ടോ. ഇത് ഇങ്ങോട്ട് എൻ്റെ കൈമുട്ടണോളെ അജിങ്ങനെ പെട്ടിയൊക്കെ കൊണ്ടുപോണേ. അല്ല പെട്ടി ഒഴിവാക്കി അത്രയും വെയിറ്റ് പറയും. ഇതൊക്കെയാ ഇതിലും വാച്ചാട്ടോ. വാച്ചിന്റെ സമ്മേളനമാണ്. എല്ലാവർക്കും ഇത് ഓരോ സാധനം അറ്റ്ലീസ്റ്റ് ഉണ്ടാവും ഇല്ലേ? അല്ല ഫസ്റ്റ് പോക്കല്ലേ. ബാഗൂടെ നിങ്ങളെന്താ ആൾക്കാരാ കാണിച്ചാ നോക്കട്ടെ. വേഗം കാണിച്ചാ. ഇതൊക്കെ ചുംബിനാണ് ഇതൊക്കെ അത് ഉണ്ടാക്കി സെപ്റ്റംബർ മാസം പൊട്ടിക്കോള് എന്നിട്ട് നോക്കി. അല്ലല്ല ഈ സാധനം ഉണ്ടാക്കിയത് അതിന് ബാക്ക് നോക്ക്. സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി നോക്കിയാ. ഇതൊക്കെയാ ഈ മുത്തൂർ ഒട്ടിച്ചതാ. അവളെ ക്രിയേറ്റിവിറ്റി ആണ്. മാഷാഅല്ലാ സൂപ്പറാണ്. ആ മുത്തുള്ള ഒട്ടിച്ചാണല്ലോ. ചിന്ന ചാറില്ല. ഇതേതാ വീട് ചേട്ടാ? ഇന്ന് ചേട്ടന്റെ പല്ല് എടുക്കാൻ 2 ആൾക്കാർ വരുന്നുണ്ട്. പല്ല് ഓർഡർ ചെയ്തു. ഞങ്ങളൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തല്ലോ പല്ലൊക്കെ. ചേട്ടാ ഏടാ ഇവിടെ വാടാ. അതൊക്കെ പാട്ട് പാടിയാ. എന്റെ പേര് മുഹമ്മദ് സൈദാണ്. നീ എന്താണ് പേര്? കൂടെ എങ്ങനെ എന്ത് പേരെന്താ? എന്റെ പേര് മുഹമ്മദ് സൈദാണ്. ജസാനോ? ഞങ്ങക്ക് പാട്ടറിയെങ്കിൽ ഒരു പാട്ട് ഇടുന്ന പാട്ട് കേക്കട്ടെ. കാക്കി പാടി. കൂടെ എവിടെ? കൂട്ടിനകത്ത് കുഞ്ഞുണ്ടോ? കുഞ്ഞ് തീറ്റ കുടിക്കഞ്ഞാൽ വരട്ടെ. ജോണി അറിയോ? ജോണി പാടിയാ. ടോണി എനിക്ക് ഷർട്ട് ഇതെല്ലാം ഡ്രസ് ഉണ്ടല്ലോ ചൈനീസ് നെക്കൊക്കെ ആക്കിയിട്ട്. ഇത് സൂപ്പറാ. നമുക്ക് രണ്ടാക്കും നോക്കിയാ എനിക്കും ഇവിടെ സിബ് ഉണ്ട്, എനിക്കും സിബ് ഉണ്ട്. നമ്മൾ രണ്ടാളും സെയിമാ അല്ലേ? ടച്ചോനെ നിങ്ങൾ വാങ്ങിയ സെയിം ബാഗിൻ്റെ അല്ലേ? വേറെ സെയിം ബാഗിൻ്റെ ചായ ഇവിടുന്ന് മറ്റേ
ഷാർജന് പോരുമ്പോൾ അവിടെ ഇല്ലേ എന്തായാലും പേര് ഹാങ് ഔട്ട്. പിന്നെ എൻ്റെ അടുത്തുള്ള ബാഗിൻ്റെ സെയിം വേറെ കളർ അല്ലേ? ഇത് കുറേ കളക്ഷൻസ് ഇറങ്ങിയുള്ളൂ ഇപ്പം. അല്ല ഇവള് ഫസ്റ്റ് പോക്കല്ലേ അതിന്റെ പൊലിവുണ്ടാവും. ഫസ്റ്റ് പോകുമ്പോൾ ഒരു പൊലിവുണ്ടാവില്ലേ? അത് അടുത്ത പ്രാവശ്യം ആവുമ്പോ റെഡി ആവും. അത് മുട്ടായി ആകും. പിന്നെ ഏറ്റവും നല്ലത് എനിക്ക് എമർജൻസി ആയിട്ട് പോകാണ്ട്. എമർജൻസി സാധനമാണല്ലോ, അത് ആദ്യം പറഞ്ഞ ഐഡിയ ആണ്. എമർജൻസി ആയിട്ട് പോയി കഴിഞ്ഞാൽ ആരും ചോദിക്കില്ല. എമർജൻസി വന്ന് കഴിഞ്ഞ് ഫാമിലി നാട്ടിൽ ആദ്യം വിടുക, എന്നിട്ട് നമ്മുടെ എമർജൻസി ആയിട്ട് പോവാ. ഇത് നാടെ പോണ കുത്തറ ചിരിച്ചിട്ടുണ്ടാവും. എക്സാം അല്ലെങ്കിലും എമർജൻസി ഒക്കെ കൊണ്ടുപോയിട്ടാ എക്സാം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഏതൊക്കെ ഡിഗ്രി എടുത്തിട്ടുണ്ടാവും, എല്ലാ സർട്ടിഫിക്കറ്റും ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഞാൻ എനിക്കൊരാഗ്രഹമുണ്ട് ചാറ്റ് GPT ഫുള്ള് അടിയിൽ ഫോണ് ഇങ്ങനെയാണ് എനിക്ക് ആഗ്രഹം ഉണ്ട്. ഇനി ഏത് ഡോക്ടറേറ്റ് എടുക്കാൻ അവസ്ഥ എക്സ്പീരിയൻസും പിന്നെ സർട്ടിഫിക്കറ്റ്. വാച്ചിന്റെ കളക്ഷൻ കണ്ടില്ലേ? വാച്ചിന് കണ്ടോ? അത് കണ്ടില്ല. ആ കവറിലുള്ള അത് കണ്ടോ? ഇനി ബാഗിന്റെ കളക്ഷൻ ഉണ്ട്. അളിയന്മാർക്കാർക്കും വാച്ചിന് കിട്ടാത്തല്ല, പെങ്ങന്മാർക്ക് കുട്ടിയെ കൊണ്ടുവരാം. അതിനകത്ത് വാച്ച് കിട്ടും സാധനം. പൂമളി ഉമ്മാക്ക് വിളിച്ചാടിച്ചോ, ഉമ്മാക്ക് വിളിച്ചാൽ വാച്ച് ലോഡ് വാച്ചാണ്. ഒരു ലോഡ് വാച്ച്. പാളെ ആ പാലുണ്ടാക്കിയതാണല്ലേ. ആ ഇവരെ പല്ല് വന്ന് മാട്ട് പൂമോളി നല്ല ഓർഡർ ചെയ്തു. പൂമോളി കേട്ടോ, പൂമോളി റഫാത്തിന്റെ വൈഫാണ്. പൂമോളി ഇതിന് മുമ്പേ എനിക്കറിയാം, അന്നേ അടുക്കും എന്തായാലും. പൂമോളി എൻ്റെ നാട്ടുകാരിയാണ്, നമ്മളെ അയൽവാസിയാണ്, എൻ്റെ ചങ്ങായിൻ്റെ പെങ്ങളും കൂടിയാണ്. അപ്പോൾ ഓളെ പുതിയ ബാഗ്, അടുത്ത ബാഗ്. റഫാത്തെ അനക്ക് കുറച്ച് കായ് ചിലവാക്കിണ്ടാവല്ലോ. ഇതൊക്കെ പൂട്ടൊക്കെ ഉണ്ടല്ലോ. ആ പൂട്ടൊക്കെ ഉള്ളതാണല്ലോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോട്ടോ, ഫുൾ ബിരിയാണി. ഇത് വാൻഡിലൊക്കെ സദ്യ ഉണ്ടോ? സദ്യ ഉണ്ട്, ബിരിയാണി ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലേ? ചേട്ടൻ പറഞ്ഞാൽ മതി. ഓക്കെ കണ്ടോടെ വെച്ച് ചേട്ടൻ ഇങ്ങോട്ട് വരട്ടെ, വണ്ടി ഇങ്ങോട്ട് വരട്ടെ. ചാർജ് ഇല്ല. ഓഹോ പോട്ടെ എവിടെ എത്തിയോ? ടോയ് വാങ്ങിയാ? ഏതാണ് ടോയ്? എന്താ അത് അങ്ങനെ ആക്കണല്ലേ? അങ്ങനെ വിളിച്ചണല്ലേ? അവിടെ വിളിച്ചാ കറക്കണല്ലേ? അത് ഞങ്ങൾക്ക് ടോയ്സ് എടുത്തു തരുന്നേ. എന്നാ ചേട്ടാ ഇത്ര ചോറും തന്നെ ചോറുന്നോ? നീ എന്റെ മറ്റേ പാട്ടൊന്ന് പാടിയെന്നാ. നേരത്തെ പാടാറിഞ്ഞേ പാടിയാ ബാക്കി പാടേ. ബാക്കി പാട്. കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ കുഞ്ഞ് വിശന്ന് കഞ്ഞിരൂ. ഫുഡൊക്കെ കഴിഞ്ഞിട്ടോ അവിടെ അയാൾ എക്സാം ചെയ്തിട്ടുണ്ട്. ബോസ് എക്സാമിലോട്ടോ കാര്യമായിട്ട് എക്സാം ചെയ്താണ്. മുണ്ടാൻ വയ്യ. ഇതൊന്ന് കിട്ടിയ ബേബി എനിക്ക്.
റഫാത്തിൻ്റെ വില്ല കേട്ടത്. ഇത് വില്ലയിൽ സെപ്പറേറ്റ് റൂം സെറ്റാക്കിയതാണ് ഇവിടെ. ഇതൊരു ഹോളാണ് വരുന്ന കയറി വരുന്നിടത്തുള്ളത്. ഫുൾ ടോയ്സാണ്. ഇത് കണ്ടില്ല നിങ്ങൾ ടോയ്സുകൾ. ഇത് പിന്നെ അറബിയാനിൻ്റെ വാച്ചുകളാണ്. നമ്മൾ നേരത്തെ കാണിച്ചതില്ലേ വാച്ച് കളക്ഷൻ. നാട്ടിൽ പോകുമ്പോൾ ഉണ്ടാവുള്ള അറബിയാൻ ഫസ്റ്റ് പോക്കാം മെയിനാവും ഇപ്പോൾ നാട്ടിൽ പോയാലേ. പിന്നെ ഗൈസ് അങ്ങനെ നമ്മൾ ബീച്ചിൽ പോടാം. ഇത് റഫാത്തിൻ്റെ വണ്ടിയല്ലേ? ഇത് റഫാത്തിൻ്റെ വണ്ടി കേട്ടോ. മറ്റേ വണ്ടി വലിയപ്പ. രണ്ട് വണ്ടീനെ എടുത്ത്. ഒന്ന് സിദ്ധിയാക്ക കൊണ്ടേതാണ്. അപ്പോൾ ചുംബിനെടുത്തിന്. ചുംബിനെതാ സ്കേറ്റിംഗ് ഷൂ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് സ്കേറ്റിങ്ങിൻ്റെ അല്ലേ? ഇത് ഫുള്ള് കളികളല്ലേ? ഇത് ഫുള്ള് സ്കേറ്റിംഗ് ആണ്. ബോസ് എക്സാം ഒക്കെ കഴിഞ്ഞാ. എന്താ നാടോ എക്സാം? എന്തേനി MBBS? എന്താ എക്സാം? ഡോക്ടറേറ്റ്. അടുത്ത ഡോക്ടർ അക്കൗണ്ട്സ് ഡോക്ടർ ഒരുമിച്ച് ഡീൽ ചെയ്യും. എന്നാൽ നാട്ടിൽ പോയി വന്നിട്ട് കാണാം നമുക്ക് ഈ വീഡിയോ. നാട്ടിൽ പോയിട്ട് നമ്മൾ വ്ളോഗ് ഇറക്കുള്ളൂ. അതിൻ്റെ മുമ്പ് വ്ളോഗ് നമ്മൾ പുറത്തേക്ക് വിടൂല. അതിന് പുറത്തേക്ക് വിട്ടിട്ട് അതുപോലെ സർപ്രൈസ് ആയിട്ടാണ് പോണത്. സർപ്രൈസ് ആവില്ല അറിയില്ല. നോക്കാം നമുക്ക്. അവിടെ വരെ അറിയില്ലല്ലോ, മകറില്ലല്ലോ. എത്താ സർപ്രൈസ് അറിയില്ല. സർപ്രൈസ് നമ്മൾ ആക്കൂലേ, അത്രയല്ലേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ ഉമ്മുൽഖുവിലെ ബീച്ചിലെത്തിട്ടോ. ഏതായാലും കുറച്ച് ലൈറ്റൊക്കെ പോയിന് ആടാ. രാത്രിയായിരുന്നു. ഉമ്മുൽഖുവിൽ നമ്മൾ 3:30 ഭക്ഷണം കഴിച്ച് പിന്നെ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും രാത്രിയായി. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ലൈറ്റൊക്കെ പോയി എന്നുള്ള പരാതി ഉണ്ട്. നമുക്ക് നോക്കാം. ടീംസ് ഇവിടെ ഉണ്ട്. റസതാ ചേട്ടാ ഫുൾ സൈക്കിളൊക്കെ ഇട്ട് വൈബാക്കുന്നുണ്ട്. ചേട്ടാ ഫോട്ടോ ഷൂട്ടിങ്ങില്ല. എനിക്ക് ഇത് പുതിയ അംബ്രല ബീച്ചിൻ്റെ വേറെ സ്റ്റൈലല്ലേ? അത് തന്നെ. വേറെ ടീമുണ്ട്. ഇതാ പൂമോളി ഇതാ വരുന്നേ. റഫാത്ത് പോയി. റഫാത്ത് ഏത് ഫോട്ടോ ഷൂട്ട്? എൻ്റെ ഫോട്ടോ എടുക്കൂ കൂട്ടുകാരാ, ഞാൻ ബാഗ് വെച്ചിട്ടുണ്ട്, വേഗം കൂട്ടിയെടുക്ക്. എന്താണ് എനിക്കെടുക്കാൻ അറിയില്ല. നിങ്ങൾ ഫോട്ടോ എടുത്താൽ മതി. ഹലോ ഗൈസ്, അപ്പം അങ്ങനെ നമ്മളെ ഫോട്ടോഷൂട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മുൽഖുൻ ബീച്ച് മാഷാ അല്ലാ അടിപൊളി ബീച്ച് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബീച്ചാണ്. നല്ല ബീച്ച്. നമ്മളെ ഫുജൈറ അംബ്രല ബീച്ചിൻ്റെ ചെറിയൊരു വേർഷന്. അത്ര വലിയ തിരക്കുമില്ല. ഇവിടെ ബീച്ചിൽ കുളിക്കാൻ വന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോൾ നമ്മൾ മുമ്പ് ഫുജൈറ ബീച്ചിൽ ഇതേപോലെ ആൾക്കാരില്ലേ, പിന്നെ ഇപ്പോൾ നല്ല ആൾക്കാരായി. അതേപോലെ ഇപ്പം ഇവിടെയും നല്ല പുതിയ വന്ന ബീച്ചാണ്. ഇപ്പോൾ കൂടുതൽ ഇവിടെ ആൾക്കാർ വരും. ഇവിടെ ഷിപ്പ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് തലക്കലുള്ളിൽ കാണാൻ പറ്റും. ഓ ചുംബിനെ അവിടെ പോണ്. ചുംബിനെ പോയാ കാണട്ടെ. കമോൺ. ഇങ്ങോട്ട് വാ ചുംബി. റഫാത്തിൻ്റെ മോളാട്ടോ. റഫാത്തിൻ്റെ ചുംബി ഇങ്ങോട്ട് വാ. മാഷാ അല്ലാ അവൾ എക്സ്പേർട്ടായിട്ടോ. നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അടിപൊളി സൂപ്പറായിട്ടോ. ചെമ്പിനെ അടിപൊളിയായിട്ട് ചെയ്യുന്നു. ഇവിടുത്തെ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ മണൽ സാധാ മണലല്ല കേട്ടോ. പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് മണലാണ്, വെള്ള മണലാണ്. കാലിൽ സാധാ നോർമൽ ബീച്ചിൽ പോയാൽ കാലിലൊക്കെ ചളി പിടിക്കുമല്ലോ. ഈ ബീച്ച് പറഞ്ഞാൽ ചളി പിടിക്കില്ല, എനിക്ക് ഉറപ്പാണ്. ആ കാണുന്നതാണ് ഷിപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ കാണുന്ന അവിടെ ഷിപ്പ് കണ്ടോ? ഓക്കെ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഒരു ഷിപ്പ് കണ്ടല്ലോ, അത് ഷിപ്പുണ്ട് അവിടെ. ഓക്കെ, ഇതാണ് ഉമ്മുൽഖുവൈൻ ബീച്ച്. ഇവിടെ കുറേ പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ. തൊട്ടടുത്ത് ഹോട്ടലുകളുണ്ട്. അടിപൊളി തന്നെയാണ്. എന്താ പറയുക, സെറ്റ് സ്ഥലം. ഇതന്നെ ചെറിയ വേർഷൻ ഓഫ് ഫുജൈറ അംബ്രല ബീച്ച് ഉണ്ട്. അതിൻ്റെ ചെറിയൊരു വേർഷൻ, അല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല.
പക്ഷെ തിരക്ക് കുറവാട്ടോ. ഇന്നിപ്പം വീക്കെൻഡായിട്ട് തിരക്ക് കുറവാണ് ഇവിടെ വലിയ ആൾക്കാരൊന്നും കാണില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. പിന്നെ കുട്ടികൾക്കുള്ള ഇവിടെ കാറ് നടത്തി കാറ് ഓടിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ റെൻറ്റിന് കിട്ടും. ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടുപിടുത്തം നടത്തിനോ പോയി നോക്കാം നമുക്ക്. എന്താ കണ്ടുപിടുത്തെന്താ അത് മൂത്രയിച്ച ഇത് നാടൻ്റെ കണ്ടുപിടുത്തം നോക്കിയേച്ചി. ടീംസ് തന്നെ നമ്മൾ 2 ടീംസ് ഇതവിടെ ഇവിടെ സ്ഥലങ്ങൾ തപ്പ ഫോട്ടോഷൂട്ട് എടുക്കാമല്ലോ കേട്ടോ. ഗോവയിൽ പോയ ഫീലേ, ഗോവയിൽ പോയ ഫീൽ കിട്ടും. അറബിയാൻ്റെ ഉള്ളതുകൊണ്ട് തിരക്കിടില്ല. അറബിയാൻ ഇല്ലെങ്കിലോ ഇല്ലടാ, നമ്മക്കറിയില്ലടാ അടുത്തൊന്നും. അവിടുത്തെ എന്ത് ഇവരെ നമ്മക്കറിയണേ. മാഷാ അല്ലാ ഇതില് ഞാനില്ല, ഞാൻ അവിടെ തണലത്തേന് അസീലേ. നമുക്ക് അങ്ങനത്തെ പരിപാടികളില്ലേ. അപ്പോൾ ഇതാണ് അംബ്രല ബീച്ച്. കപ്പിൾസ് ശേഷം ഇവിടെ നിന്ന് സൂം ചെയ്ത് എത്തൂല. അതാണ് റഫാത്തും പൂമ്പോളി പോകുന്നുണ്ട് കപ്പിൾസ്. തോളിലൊക്കെ കൈയിട്ടാണ്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുൽക്കുൻ ബീച്ചിൽ. നല്ല അടിപൊളി സെറ്റാക്കിയാണ് ഇവിടെ സ്ഥലം. അപ്പോൾ ഞങ്ങൾ മുൽക്കുൻ ബീച്ചിൻ്റെ ലാസ്റ്റ് എത്തിയിട്ട് ഏറ്റവും ലാസ്റ്റിൽ അതുണ്ടോ അല്ല പാർക്കിൻ്റെ ലാസ്റ്റ് അല്ലേ, പാർക്കൊക്കെ ഉള്ളതിൻ്റെ ലാസ്റ്റ് എത്തി ഇവിടെ. ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടൻ അവിടെ ഊഞ്ഞാലാടുന്നു. ആസുണ്ട് അവിടെ. ആസൊക്കെ വിറ്റ് എന്താ പറയുക എനിക്ക്, ആസൊക്കെ നമ്മളെ വിട്ട് പോകാതെ പാർക്കാണ്ട് കിട്ടിയപ്പോൾ നമ്മളൊന്ന് വേണ്ടന്നെ ഫുൾ പാർക്കിൽ. ഓള് ഫുൾ പാർക്കിൽ നമ്മളൊന്നും അറിയണമെന്നില്ല. ചേട്ടാ ഏട്ടാ മോൾക്കോ? ഓഹോ പേടിച്ചല്ലേ മേലക്കോ? ചേട്ടന് മേലക്കെത്തണം. ഡച്ചോനെ എന്താ അമ്മച്ചി തന്നെ ആന്ന് എടുക്കല്. എൻ്റെ അമ്മച്ചി ഇപ്പൊ ചീത്ത അറിയുന്ന അമ്മച്ചി വീഡിയോ കണ്ടാലേ അത് ബേബിയേ ഏടി എന്താടി അപ്പൊ അപ്പുറത്തോട് പോയിക്കോ. ഇങ്ങനെ കേരളം തുടങ്ങി പഠിച്ചേ ഇത് കേറുണ്ട് ഈ നീലണ്ട് ഇറങ്ങി ഇതിനാണ് ചാടല. ഇവിടെ കീണില്ല. കീണുണ്ടല്ലോ. ഇറങ്ങി. ഓഹോ കേറിക്കോ. അത് പൊട്ടും ചെങ്ങായിയേ. എത്ര വെയിറ്റ് എത്ര? ഈ സൈക്കിൾ ഫുൾ ഗ്യാരണ്ടിയാ. ഇത് വേറൊരു മോട്ടർ. ഇതൊക്കെയാ ഇതാണ് നാടൻ മോട്ടർ. അതിന് ടയർ നോക്കിയാ കാഴ്ചയൊക്കെ ഇറങ്ങായി വന്ന് അത് പൊട്ടടാ. ഷെസാനെ വന്ന് അടിയെടുത്ത ഷെസാനെ നീച്ചറാ അവിടുന്ന്. എല്ലാവരും നല്ല കളിയാട്ടാ. അതെല്ലാം നല്ല രസമുള്ള ഈവനിങ്. അടിപൊളി. ഇത് കിട്ടിയപ്പോൾ മെയിനാകുക. നാടനത്തൊക്കെ മെയിനായുണ്ട്. ഇതൊക്കെ എനിക്ക് അറിയാം ബേബി. ആദ്യം ഇതൊക്കെ എനിക്ക് അറിയോ? പേടിച്ചൂലേ മെയിനാകാൻ ചാൻസ് കിട്ടിയ മെയിനാകന്നെ. ഒരു വേറെ വർത്താനല്ല. ഇങ്ങോട്ട് ചെങ്ങോണ്ട് അപ്പുറത്തൂടെ ഇറങ്ങിക്കോ. പക്ഷെ ഇവിടുന്ന് പോലെ അവിടുന്ന് സ്റ്റെപ്പ് വെക്കണ്ടില്ല. ഇവിടുന്ന് കീണ വെക്കണല്ലേ. ഇവിടെ ഇറക്കണ വെച്ചിന്. ഇത് കീണത്തിനകത്ത് കീണ് ഇയാളെ വകുപ്പില്ല. വീണ പോവും. ഇതൊക്കെ മണല്ലേ. ഇത് റബ്ബറേക്കണം സിന്തറ്റിക്കിൻ്റെ അതല്ലേ. അപ്പുറത്ത് വേക്കുവാ. പൊന്തട്ടെ ഒറ്റ വിടലേ ആണ്. വിട്ടുവിട് പൊന്തിയാണ് പോട്ടെ. കമോൺ. ഓൾക്ക് തന്നെ ഇഷ്ടം അതാണ്. ഏടി ചാടടി ചുംപിന പോത്തോലെ വലിപ്പം വെച്ചിന്. ഇപ്പോഴും JCB അന്ന് നിർത്തിയില്ല.
ദാ ദാ ഇതിട്ടില്ലെങ്കിൽ ഏതാ ടീവ് എന്താണ് മോനെ തിരിച്ച് മണ്ണ് വരട്ടാ മണ്ണ് വരെ അന്നൊക്കെ എന്തായാലും ഞാൻ യൂട്യൂബിൽ ഞാൻ ഇറക്കുന്നത് നമ്മളിവിടെ വന്നപ്പോഴേ ഒരു ആളുണ്ട് ഇവിടെ നല്ല ചിത്രം വരക്കണേ അത് കാണാൻ വന്ന ആൾക്കാരൊക്കെ നമ്മൾ ടീം മൊത്തം കാണുന്നുണ്ട്. എന്താണ് ചിത്രത്തെ പറ്റിയ അഭിപ്രായം? ഏത് പെയിന്റ് അടിച്ചില്ലേ? പക്ഷെ ഞാനും അടിക്കും. പക്ഷെ എന്താ പറയുക, എനിക്ക് ഇത്ര സ്ഥലം മതിയാവില്ല. എനിക്കൊരു വലിയ സ്പേസ് വേണം, AC റൂം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ചിത്ര പെൻസിൽ നോക്കിയേ, പെൻസിൽ ഒരു ലോഡ് പെൻസിലുണ്ട് വലുത്. ഇത്രയും പെൻസിലൊക്കെ വെച്ച് പ്രൊഫഷണലാണ് ആള്. അതെ, അവളെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ആണ് ഇതാണ് ശരിക്കും. ഇതാണ് ആ ഷിപ്പും അവിടെ ഒരു ബോട്ടും നിൽക്കുന്നുണ്ട്. അതാണ് അവളെ വരക്കണത്. സൂപ്പറായി കേട്ടോ. അടുത്ത ടീം നോക്കി ജി, റഫാത്തിനെ കുട്ടിയുടെ ഓള് മെയിനായി. ഇഷ്ടം പോലെ ഇവിടെ വൻ കളിയായി. എന്താണ് ഹലോ എന്താണ് ചേട്ടൻ അവിടെ ചേട്ടനൊരു സൈഡ് ചേട്ടൻ റഫാത്ത് എന്താ പറഞ്ഞേ? ആ നിറച്ചാക്കുന്ന അതിന് 2 ദിവസം പനി ഇനി അറിയിക്ക് മരുന്നുടിച്ചിക്ക്. നാളെ പഞ്ഞ് സ്കൂൾക്ക് പോകണ്ടല്ലോ. വണ്ടിയിലൊക്കെ പറഞ്ഞു നാളെ പഞ്ച് ഉറപ്പാ. അതിനുള്ള സാധനം കിട്ടീന്. ഇത് പിന്നെ നമ്മുടെ മിസ്റ്റർ നാടൻ ഉണ്ടോ, ചെരുപ്പക്കൂരി. ഈ സ്ഥലത്തിന്റെ പ്രത്യേകം എന്താ നാടാ? സിന്തറ്റിക് ആണല്ലേ? നമ്മൾ ഒരു ചാട്ടം ചാടി 2 ചാട്ടം ചാടും, 3 ചാടും. അതാണ് നമ്മൾ ഒരു ചാട്ടം ഇവിടെ ചാടി കഴിഞ്ഞാൽ 3 ചാട്ടം സിന്തറ്റിക് ചാടും. ആ ണ്ട് ടോയ്സുകൾ വിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു മിസ്റ്റർ നാടൻ. ഓ ഓക്കെ അടുത്ത ചുംബിരതാ ടോയ്സ് വിടുന്നു. കറങ്ങി പോണ അസുവിട്ട അവിടെ കമോൺ. തിരിച്ച് മോന് കാണിച്ചു, മോൻകാക്ക കാണിച്ചു തരൂ. ആ ഓക്കെ വിട്ട് അയ്യ വലിച്ച് നല്ല വലിച്ച് ഇല്ല ഉണ്ടോ ആ കണക്ക് എന്താ പറയാ ചേക്കാ വിട്. ഓ അത് ബേബി പഠിച്ചല്ലടി. അനക്ക് ഇഷ്ടായോ? ഇഷ്ടേത് ചേട്ടാ ഒന്ന് വിട്ട് കൈമ പുല്ലുണ്ട് കുടുങ്ങി കൈമേലെ വന്ന് അടിച്ചത്. ഇത് പോട്ടെ ആ ആകാശ ചെന്ന് പോയാ എനിക്ക് അത് സംഭവം അറിയില്ല. വിട് പേടിയാണ് കൈമക്കാണോ. പോയി ആ റോട്ടുമ്പോ പോയി. പോയില്ല അസ നോക്കി ഓടണേ. ആ ഇത് അടുത്തത് ചേട്ടൻ വിടണേ. വിട്ടു ആ ചേട്ടൻ താഴത്തേക്കുള്ള പോണ ചേട്ടാ അത് താഴത്തേക്കൂടെ അറിയൂല. വൈബന്നെ. നമ്മളിവിടെ വന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ചലഞ്ച് ഉണ്ട്. ഇതെടുത്ത് പൊക്കിക്കോ. ഓ ചേട്ടാ വലിച്ചു തൂങ്ങിക്കോ ഓൻ പിടിച്ച് കളിച്ച
മിസ്റ്റർ നാടൻ മോനെ എനിക്ക് മസിലേ. അങ്ങനെ നമ്മളെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിക്കാനുള്ള പ്ലാനുകളാണ്. നമ്മൾ പോയി ഭക്ഷണം കഴിക്കുക പോവാം ഗൈസ്. അങ്ങനെ നമ്മളെ ഇന്നത്തെ പാർക്കും പരിപാടികളും കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുന്നത് ഉമ്മുൽക്കോയിലെ റെസ്റ്റോറൻറ്റ് കുറിഞ്ഞിയിലാട്ടോ. കുറിഞ്ഞിൽ എന്താ സ്പെഷ്യൽ? കുറിഞ്ഞിൽ എന്താ സ്പെഷ്യൽ? എന്താ സ്പെഷ്യൽ ഇവിടെ നല്ല ദോശ, പ്രത്യേകിച്ച് മസാല ദോശ, ഉഴുന്നുവട, ചായ. ഞങ്ങൾ സ്ഥിരം ചായൻ്റെ സ്പോട്ടാണ്. ഞങ്ങൾ സ്ഥിരം കസ്റ്റമർ. ഞങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു ചായ അടിക്കും. ചായ വരും ഒരു ചാൻസ് കിട്ടിയല്ലേ എത്താൻ പറ്റുന്ന കഥ. അങ്ങനെ പറയട്ടെ. ചേട്ടൻ എന്തായാലും പറയാനുള്ളത് ഈ ഓണത്തിനെ കുറിച്ച് നബിദിനത്തിനെ കുറിച്ച് എന്താ 2 വാക്ക് പറയാനുള്ളത്? ആധികാരികമായിട്ട് പറഞ്ഞു. നബിദിന മോചനത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നബിദിനം നടക്കുന്ന സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യുന്നതും എൻജോയ് ചെയ്യാത്തതിനെ കുറിച്ച് എന്താ പറയാ? മാവേലി വരൂലേ? മാവേലി വരൂലേ ചോദിക്കാനോട്. മാവേലി വരൂ. നബിദിന പരിപാടി നടത്താൻ പറ്റൂലേ? കളിച്ചു. അപ്പൊ നടത്താൻ പറ്റും. മുട്ടായി കിട്ടും. പാട്ടുവണ്ടി വരൂ. നമുക്ക് നാട്ടിൽ പോയാലോ? പാട്ടുവണ്ടിയിൽ സ്പീക്കർ ഉണ്ടാവും. പാട്ടുവണ്ടിയിൽ സ്പീക്കർ ഉണ്ടാവും. മറ്റേ പല്ലിന്റെ ടീം വന്നിട്ടാണ്. പല്ല് മാറ്റി രാത്രി കേട്ടോ. ആ പല്ല് നമുക്ക് തട്ടി മാറ്റിനെ കുറച്ചുണ്ട്. 3 മെഷീൻകല്ലൊക്കെ അവിടെ. ഓക്കെ റെഡി. സെറ്റ്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിന് മസാല ദോശ കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ. അറബിയാൻറ്റി, നാജി, അസ ഫുൾ ടീമുണ്ട്. അറബിയാൻറ്റി ഫുൾ എഡിറ്റ് ചെയ്ത് അറബിയാൻറ്റി 1 എഡിറ്റിങ്ങിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഫോട്ടോസ് എഡിറ്റിങ്ങിലാണ്. ചെന്നൈക്ക് വേണ്ടി അറബിയാൻറ്റി, ചെന്നൈയുടെ മുത്ത് അറബിയാൻറ്റിയാണ് എഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൽക്കുയിൽ ചേട്ടാ ക്യാമറ ഓണാണ്. വാ ഏട്ടാ എന്താടാ പാട്ടറാ കല്യാണം ഉണ്ടാക്കിയില്ല നമ്മള്. കല്യാണം ഉണ്ടാക്കിയാലോ? പുതിയനുണ്ടോ? പുതിയനൂടെ അസാബിനെ കെട്ടിച്ചാലോ? അസാബിനെ കെട്ടിച്ചിട്ടെങ്കിൽ കുഞ്ഞു പുതിയ അവിടെ ചെയ്തിട്ട് അവിടെ കേട്ടോ. അങ്ങനെ അസാബിനെ കെട്ടിച്ചിട്ടെന്നാ ഇങ്ങനെ കല്യാണം ഉണ്ടാക്കല്ലേ? ഏടാ അത് കല്യാണം ഉണ്ടാക്കട്ടെ. കല്യാണം ഉണ്ടാക്കില്ല നമ്മള്. ചേട്ടന്റെ കല്യാണം ഉണ്ടാക്ക. ചേട്ടന്റെ കല്യാണം ഉണ്ടാക്കാം. കല്യാണം ഉണ്ടാക്കട്ടെ. ഇജ്ജ് റെഡിയാണോ? റെഡിയാണ്. അസവായിക്ക് കല്യാണം ഉണ്ടാക്കി കാറ് വേണം. എൻ്റെ കാറുണ്ടോ? അനക്ക് വേണോ? കാറ് പോലും വേണം. നമുക്ക് 2 കൂടി ഒരു കാറ് വാങ്ങട്ടെ. നമ്മളെ ഫുഡ് എത്തി. റിമോട്ടിലെ കാറാ? നമുക്ക് റിമോട്ടിൽ വാങ്ങാം. ഇതെന്താ? എടുത്തോ. കൊത്തു പൊറോട്ട കഴിച്ചൊരു. ഇവിടുത്തെ മെയിൻ സപ്ലറാണ് നമ്മളെ മിസ്റ്റർ നാടൻ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചുംബിനെ കഴിക്കുന്നുണ്ട്. അതിൽ കുത്തി നാടാ 2 തൈര് ഒഴിക്കേ. ലാസ്റ്റ് തൈര് ഒഴിക്കേ. അങ്ങനെ നമ്മളെ മസാല ദോശ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ചു തുടങ്ങട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫുഡും എത്തി. നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം.
നമ്മൾ ഫുഡ് കഴിച്ച സ്പോട്ട് ഇതാട്ടോ, കുറിഞ്ഞി ഉമ്മുൽക്കോയില് നല്ല അടിപൊളി മസാല ദോശയും കഴിച്ച് കൊത്തു പൊറോട്ട കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ടീം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ കുത്തരം തള്ളുന്നുണ്ട്, നല്ല തള്ളലാ. ഓക്കെ, നല്ല തള്ളുണ്ട് കുത്തർന്നിരുതാ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഉമ്മുൽക്കോയിൽ വന്ന വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അറിയിക്കുക. മുമ്പത്തെ നമ്മളെ ഓണത്തിൻ്റെ വീഡിയോ കണ്ടത് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.